തമിഴ്നാട്ടിലെ കാർഷിക നഗരമായ ഒട്ടൻചത്രത്തിൽ നിന്നും 80 കിലോമീറ്റർ അകലെയുള്ള അയ്യംപാളയം ഗ്രാമത്തിലൂടെയാണ് ഈ യാത്ര. ദിണ്ടിഗൽ ജില്ലയിലെ മൽപ്പാർപെട്ടിക്കടുത്താണ് അയ്യംപാളയം. പേര് പോലെ തന്നെ മനോഹരമായ ഒരു നാട്ടിൻ പ്രദേശം. ശുദ്ധഹൃദയരായ ഗ്രാമീണർ. മുഖ്യ വരുമാന മാർഗം കൃഷിയും അനുബന്ധ തൊഴിലുകളും തന്നെ. പച്ച നിറഞ്ഞ കൃഷിത്തോപ്പുകൾക്ക് ഇവിടെ അതിരുകളില്ലെന്ന് തോന്നാം. ശുദ്ധവായുവും ശുദ്ധജലവും വേണ്ടുവോളം ആസ്വദിച്ച് ഇത്തരം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഭാരതത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയുന്നത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമഹൃദയങ്ങളിൽ കുടികൊള്ളുന്നുവെന്ന മഹാത്മജിയുടെ വചനങ്ങൾ അർത്ഥവത്താകുന്നത് ഈ ഗ്രാമീണ കർഷകർ അവരുടെ പാടങ്ങളിൽ സ്വർണം കൊയ്തെടുക്കുമ്പോഴാണ്. അയ്യംപാളയത്ത് ഒരു പുതിയ കൃഷി വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. കോളിയസ് ഫർക്കോളി എന്നാണ് ഇതിൻ്റെ പേര്. തമിഴ്നാട്ടിനും കേരളത്തിനുമൊക്കെ ഈ പേര് അത്ര പരിചിതമായിരിക്കില്ല. കോളിയസ് ഫർക്കോളി ഒരു ഔഷധ സസ്യമാണ്. കിഴങ്ങ് വർഗത്തിൽപ്പെടുന്ന കാഴ്ചയിൽ മധുരക്കിഴങ്ങിന് സമാനമായ കോളിയസ് ഫർക്കോളി ഔഷധ മൂല്യത്തിലും കർഷകന് സമ്മാനിക്കുന്ന വരുമാനത്തിലും മുന്നിൽ തന്നെയാണ്. തങ്കവേൽ ഗൗണ്ടർ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഹരിതഭാരതം ഇപ്പോൾ. കോളിയസ് ഫർക്കോളി കൃഷി ചെയ്യുന്ന അയ്യംപാളയത്തെ കർഷകരിൽ പ്രമുഖനാണ് തങ്കവേൽ. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഈ മനുഷ്യന് പ്രായം 80 കഴിഞ്ഞു. കേരളത്തിലാണെങ്കിൽ ഒരു 2ാം റിട്ടയർമെൻറ്റിന് തയ്യാറെടുത്തിരിക്കുന്ന സമയം. ഈ പ്രായത്തിലും തങ്കവേൽ ഗൗണ്ടർ പാടത്തു തന്നെ. നന്നേ പുലർച്ചെ പാടത്ത് പണിക്കിറങ്ങിയാൽ പിന്നെ കയറുന്നത് സൂര്യൻ പടിഞ്ഞാറ് താണ ശേഷവും. 6 പതിറ്റാണ്ട് പിന്നിട്ട മണ്ണുമായുള്ള തൻ്റെ ജൈവബന്ധത്തെക്കുറിച്ച് തങ്കവേൽ ഗൗണ്ടർ ഹൃദയം തുറന്ന് സംസാരിച്ചു. 6 பேர் அண்ணன் தம்பி. 6 பேர்த்தில் எல்லாருமே விவசாயம் தான். ஆனால் 4வது 5வது நாங்கள் പഠിച്ചിട്ട് இருந்தோம். പാരമ്പര്യമായി കർഷക കുടുംബമായിരുന്നു തങ്കവേലിൻ്റേത്. കുടുംബത്തിൽ തങ്കവേൽ ഉൾപ്പെടെ 6 ആൺമക്കൾ. നിലം വളരെ കുറവായിരുന്നു. 3 ഏക്കർ മാത്രം. വരുമാനം കഷ്ടി. അതുകൊണ്ട് വലിയ കഷ്ടപ്പാടിലായിരുന്നു കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. തങ്കവേലിൻ്റെ ജ്യേഷ്ഠൻ 10ാം തരം വരെ പഠിച്ചു. തങ്കവേലിനാകട്ടെ 6ാം ക്ലാസ് വരെയാണ് പഠനം തുടരാനായത്. കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറവായതിനാൽ വീട്ടിൽ ചെമ്മരിയാടിനെയും പോത്തിരിയുമൊക്കെ വളർത്തി വന്നു. അതിനിടെ ഒരു ജ്യേഷ്ഠൻ കോൺട്രാക്ട് ജോലിയിലേക്ക് മാറി. മറ്റൊരാൾ ജൗളി വ്യാപാരം തുടങ്ങി. തങ്കവേൽ കൃഷി ജോലികൾ തന്നെ ചെയ്തു പോന്നു. താമസിയാതെ പിതാവ് മരിച്ചു. തങ്കവേലിൻ്റെ അധ്വാനം ഇരട്ടിയായി. താമസിയാതെ വിവാഹിതനാകേണ്ടിയും വന്നു. കഠിനാധ്വാനം പിന്നീട് ജീവിതത്തിൻ്റെ സമവാക്യങ്ങൾ മാറ്റിമറിച്ചു. നിതാന്ത പരിശ്രമം കൊണ്ട് ഒരു 6 ഏക്കർ ഭൂമി കൂടി സ്വന്തമാക്കാനായി. ഇതിനിടയിൽ 3 ആൺമക്കളും പിറന്നു. അവരിപ്പോൾ വളർന്ന് സ്വന്തം കാലിൽ അധ്വാനിച്ച് ജീവിക്കുന്നു. அது எம்எஸ்சி கம்ப்யூட்டர் படிச்சிருக்கேன். மெட்ராஸில் வேலை பார்க்குறேன். மூத்த பையனுக்கு ஒருத்தன் மில்லுக்கு போகிறேன். 2வது பையன் ஃபஸ்ட்டு பையன் பேக்கரி கடை வச்சுருக்கேன் വേഷന്തൂരിൽ. ഒരു മകൻ MSc കമ്പ്യൂട്ടർ സയൻസ് പാസ്സായി മദിരാശിയിൽ എഞ്ചിനീയറാണ്. മറ്റൊരാൾ ബേക്കറി നടത്തുന്നു. 3ാമത്തെയാൾ ട്രാക്ടർ ഓടിക്കുകയും അച്ഛനെ സഹായിക്കുകയും ചെയ്യുന്നു. തൻ്റെ കൃഷിഭൂമിയിൽ തങ്കവേൽ ഗൗണ്ടർ നടത്താത്ത പരീക്ഷണങ്ങളില്ല. കോളിയസ് ഫർക്കോളിക്ക് പുറമെ സൂര്യകാന്തിയും മക്കച്ചോളവുമൊക്കെ ഇവിടെ വിളഞ്ഞു നിൽക്കുന്നു. 1 ഏക്കറിൽ കൂടുതൽ സ്ഥലത്ത് മക്കച്ചോളവും സൂര്യകാന്തിയും നട്ടിട്ടുണ്ട്. രണ്ടും വിളവെടുപ്പിന് പ്രായമെത്തി നിൽക്കുന്നു. കഴിഞ്ഞ വർഷം മഴ കുറവായതിനാൽ കൃഷി ആദായകരമായിരുന്നില്ല. അപ്പോഴാണ് കോളിയസ് ഫർക്കോളിയെക്കുറിച്ച് അറിയുന്നത്. ചില കോൺട്രാക്ട് കമ്പനിക്കാർ വന്ന് ഫർക്കോളി കൃഷിയെക്കുറിച്ച് പറഞ്ഞു. നഷ്ടമായാലും ലാഭമായാലും അവർ എടുത്തുകൊള്ളാമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെയാണ് 1 ഏക്കറിൽ ഫർക്കോളി നട്ടത്. വരൾച്ചയായിരുന്നിട്ടും 6 ടൺ വിളവ് കിട്ടി. കിലോയ്ക്ക് 5 രൂപയ്ക്ക് വിറ്റു. 30,000 രൂപ കിട്ടി. ഈ വർഷം 3 ഏക്കറിലാണ് ഫർക്കോളി കൃഷി ചെയ്തിരിക്കുന്നത്. കാലാവസ്ഥയും അനുകൂലമാണ്. അതുകൊണ്ട് പ്രതിഫലം മോശമാകുമെന്ന് കരുതുന്നില്ല. കോളിയസ് കൃഷി ചെയ്തിരിക്കുന്ന പാടം കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഒരു കൂർക്കത്തോട്ടമാണെന്നേ തോന്നൂ.
കൂർക്കച്ചെടികളുമായി ഫർക്കോളിക്ക് വിദൂര സാമ്യമുണ്ടെന്ന് പറയാതെ വയ്യ. கோலியஸ் விவசாயம் ஃபஸ்ட்டில் போன வருஷம் கொண்டாந்து அறிமுகப்படுத்தினாங்க. இப்படித்தான் நடணும், ஏற்கரை நல்ல பெருங்கரையாக 2 அடிக்கு ஒரு கரை ஓட்டணும். ഫർക്കോളി കൃഷി ചെയ്യുന്നതിന് മുൻപായി മണ്ണ് നന്നായി ഇളക്കി മറിക്കണം. വെള്ളം മുകൾ തട്ടിൽ തങ്ങി നിൽക്കാതെ നന്നായി ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ പാകത്തിൽ മണ്ണ് ഇളകി മറഞ്ഞിരിക്കണം. ചുവന്ന മണ്ണാണ് കൃഷി ചെയ്യാൻ അനുയോജ്യം. മണ്ണ് പാകപ്പെടുത്തിയാൽ പിന്നെ വാരം കോരാം. 7 അടി നീളത്തിൽ 2 അടി വീതിയിൽ വാരമെടുക്കണം. ഇതിൽ 1 അടി അകലത്തിൽ ചെടി നട്ടു തുടങ്ങാം. നട്ടതിനു ശേഷം ചെറുതായി നനച്ചു കൊടുക്കാം. പിന്നീട് എല്ലാ ദിവസവും ജലസേചനം നിർബന്ധമാണ്. മാസത്തിൽ 1 തവണ കളയെടുക്കണം. വേരുപുഴുവാണ് കോളിയസ് ഫർക്കോളിയുടെ പ്രധാന ശത്രു. ഇതിനായി നടുന്നതിന് മുൻപ് വിത്ത് മരുന്നിൽ മുക്കി നടണം. ക്ലോർപൈറിഫോസ് വേരുപുഴുക്കളെ പാടെ നശിപ്പിച്ചു കളയും. ആദ്യത്തെ കളയെടുപ്പിന് ശേഷം ഡൈ അമോണിയം ഫോസ്ഫേറ്റും പൊട്ടാഷും വളമായി നൽകണം. 2-ാം മാസത്തെ കളയെടുപ്പിന് പൊട്ടാഷും ജിപ്സവും ചേർത്ത് നൽകണം. ആഴ്ചയിൽ 1 പ്രാവശ്യമുള്ള നന മുടങ്ങാതെ നൽകണം. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് കൂടുതൽ ഫലപ്രദം. തമിഴ്നാട്ടിൽ വ്യാപകമാവുന്ന കോൺട്രാക്ട് കൃഷിയെക്കുറിച്ച് ഇതിനിടെ 2 വാക്ക് പറയാതെ വയ്യ. കോൺട്രാക്ട് കൃഷിയെ നമ്മുടെ നാട്ടിലെ പാട്ടകൃഷിയോട് ഉപമിക്കാം. കർഷകൻ നിലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന രീതിക്ക് മാറ്റമുണ്ടെന്ന് മാത്രം. കോൺട്രാക്ട് കമ്പനികൾ കർഷകരെ കൊണ്ട് അവരുടെ നിലത്തിൽ കൃഷി ചെയ്യിച്ച് നിശ്ചിത തുക ഉറപ്പിച്ച് ഉൽപ്പന്നം വാങ്ങുകയാണ് ചെയ്യുന്നത്. കൃഷി ചെയ്യേണ്ട ഉത്തരവാദിത്തം മാത്രമേ കർഷകനുള്ളൂ. വിത്തും വളവുമൊക്കെ കമ്പനികൾ നൽകും. മാർക്കറ്റ് വില താഴ്ന്നു നിന്നാലും ഉയർന്നു നിന്നാലും കർഷകന് നേരത്തെ പറഞ്ഞുറപ്പിച്ച പ്രതിഫലം ലഭിക്കും. കഴിഞ്ഞ വർഷം ഫർക്കോളിക്ക് മാർക്കറ്റ് വില 5 രൂപയായിരുന്നു. എന്നാൽ തങ്കവേൽ ഗൗണ്ടർ 4.5 രൂപയ്ക്ക് കോൺട്രാക്ടർമാരുമായി ധാരണയിൽ എത്തിയിരുന്നു. கிழங்கு கிலோ 4,000 ரூபா. அவங்க ஆரம்பத்திலே நடவு நாற்று கொடுக்கும்போதே ஆவரேஜ் விலை சொல்லிடுறாங்க. ஆனால் தண்டு அடித்தண்டு மட்டும்தான் எடுத்துக்கிறேன்னு சொல்லிட்டாங்க. നഷ്ടമായാലും ലാഭമായാലും കമ്പനിയും കർഷകനും കരാർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇക്കുറി ഗൗണ്ടർ കോൺട്രാക്ടർമാരെ ഒഴിവാക്കി. 3 ഏക്കറിൽ നട്ടിരിക്കുന്ന ഫർക്കോളി കൃഷി സ്വന്തം ഉത്തരവാദിത്തത്തിൽ തന്നെ. ഫർക്കോളി 6-ാം മാസത്തിൽ വിളവെടുക്കാം. നമ്മുടെ നാട്ടിലെ കപ്പ കർഷകരുടെ വിളവെടുപ്പ് പോലെ തന്നെയാണിത്. മണ്ണിനടിയിൽ ആഴത്തിൽ കിളച്ചു മാറ്റിയാണ് വിളയെടുക്കുക. കിഴങ്ങിന് മുറിവേൽക്കാതിരിക്കാനാണ് ആഴത്തിൽ കിളയ്ക്കുന്നത്. നല്ല പരിചരണ മുറകളാണെങ്കിൽ ഏക്കറിന് 10 ടൺ വരെ ഫർക്കോളി വിളവായി ലഭിക്കും. കിലോയ്ക്ക് 5 രൂപയെങ്കിലും കുറഞ്ഞത് പ്രതിഫലം ലഭിക്കും. ഏക്കർ ഒന്നിന് 10,000 രൂപ മാത്രമാണ് കർഷകന് ചെലവ് വരുന്നത്. വർഷാന്ത്യ കണക്കുകൾ തുലനം ചെയ്താൽ 1 ഏക്കർ വിളയിൽ നിന്ന് മാത്രം കർഷകന് ലഭിക്കുന്ന പ്രതിഫലം 30,000 മുതൽ 40,000 രൂപ വരെയാണെന്ന് കാണാം. ഉൽപാദനം കുറഞ്ഞു പോയാലും വലിയ നഷ്ടം വരാനില്ല. 6 ടൺ ലഭിച്ചാലും ഫർക്കോളി കൃഷി ലാഭകരം തന്നെ. കിഴങ്ങിനോട് ചേർന്നുള്ള 1 അടി നീളത്തിലുള്ള തണ്ടും പ്രയോജനപ്രദമാണ്. ഇതിന് കിലോയ്ക്ക് 1 രൂപ വരെ കിട്ടും. വിളവെടുപ്പിന് ശേഷം ഫർക്കോളി സംസ്കരിച്ചെടുത്തോ അല്ലാതെയോ വിൽപ്പന നടത്താം. സംസ്കരിക്കാതെയാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ പറിച്ചെടുത്ത കിഴങ്ങുകൾ തണലിൽ സൂക്ഷിച്ച് ഉടനെ കൈമാറുകയാണ് ചെയ്യുന്നത്. കോളിയസ് ഫർക്കോളി സംസ്കരിച്ചെടുക്കുന്ന കേന്ദ്രമാണിത്. പറിച്ചെടുത്ത് വൃത്തിയാക്കിയ കിഴങ്ങുകൾ നമ്മുടെ വാട്ടുകപ്പ വെട്ടി ഉണക്കുന്നത് പോലെയാണ് ആദ്യം ചെയ്യുന്നത്. സ്ത്രീകളാണ് ഈ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നത്. 2 സെന്റിമീറ്റർ കനമുള്ള കഷണങ്ങളായാണ് കിഴങ്ങ് മുറിക്കുന്നത്.
തുടർന്ന് സിമന്റ് പ്രതലത്തിൽ വിതറിയിട്ട ശേഷം നന്നായി ഉണക്കുന്നു. രണ്ട് ദിവസത്തെ ഉണക്കിന് ശേഷം വീണ്ടും ഇളക്കി ചീക്കണം. കൈകൾ ഉപയോഗിച്ചാണ് ചിക്കി കൊടുക്കേണ്ടത്. 4 ദിവസത്തെ ഉണക്കിന് ശേഷം ഫർക്കോളി വിൽപ്പനയ്ക്ക് തയ്യാറാവും. പച്ചയ്ക്ക് കൊടുക്കുന്നതിലും ലാഭം ഉണക്കി കൊടുക്കുന്നത് തന്നെ. ഉണക്കിയ ഫർക്കോളിക്ക് കിലോയ്ക്ക് 60 രൂപയാണ് വില. 8 കിലോ പച്ചക്കിഴങ്ങ് ഉണക്കിയാൽ 1 കിലോ ഉണക്ക ഫർക്കോളി കിട്ടും. പച്ചക്കിഴങ്ങിന് കിലോയ്ക്ക് 5 രൂപ മാത്രം ലഭിക്കുമ്പോൾ ഉണക്കിയ ഫർക്കോളി വിൽക്കുന്നതിലൂടെ 20 രൂപയെങ്കിലും കൃഷിക്കാരന് ലാഭം ലഭിക്കുന്നു. 1954 മുതൽ തമിഴ്നാട്ടിൽ ഫർക്കോളി കൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് മാത്രമാണ് ഫർക്കോളിയുടെ വാണിജ്യ പ്രാധാന്യം മനസ്സിലാക്കി കൃഷി വ്യാപകമായത്. നെൽക്കാശി ആഗ്രോ ട്രസ്റ്റ് ഫർക്കോളി കൃഷിയുടെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഏജൻസികളിൽ ഒന്നാണ്. ട്രസ്റ്റിന്റെ പ്രസിഡന്റും കർഷകനുമായ സുബ്രമണി ഫർക്കോളിയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെപ്പറ്റി ഹരിതഭാരതത്തോട് സംസാരിച്ചു. மனிதனுக்கு தேவையான 51 நோய்க்கு பயன்படுத்தப்படுறாங்க. அதில் இது முதல்ல இயற்கை வளங்கள் மலைப்பிரதேசங்களில் 51 രോഗങ്ങൾക്ക് ദിവ്യ ഔഷധമാണ് കോളിയസ് ഫർക്കോളി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ വനപ്രദേശങ്ങളിൽ ഫർക്കോളി യഥേഷ്ടം കണ്ടിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് നിലനിൽക്കാനായില്ല. ഫർക്കോളി കിഴങ്ങിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചും വിപണന സാധ്യതകളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ആർക്കും അധികമായി അറിയാമായിരുന്നില്ല. ആ അവസ്ഥയ്ക്കിപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. കൃഷി ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിലാണ്. പാരമ്പര്യ വിളകൾ പ്രതിസന്ധി നേരിടുന്ന ഇക്കാലത്ത് ഫർക്കോളിയും കറ്റാർ വാഴയും പോലുള്ള ബദൽ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരും കാർഷിക ഏജൻസികളുമൊക്കെ മുന്നോട്ട് വരേണ്ടതാണെന്ന് സുബ്രമണി നിർദ്ദേശിക്കുന്നു. കോൺട്രാക്ട് ഏജൻസികളാണ് ഇപ്പോൾ യഥാർത്ഥ ലാഭം കൊയ്യുന്നത്. വിപണിയിൽ കർഷകർ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ ഏജൻസികളുടെ കൊള്ള തുടരുക തന്നെ ചെയ്യും. കർഷകരുടെ സംഘടനാശേഷി കുറവ് ഫർക്കോളി പോലുള്ള വിളകൾക്ക് കൃത്രിമമായി വിലയിടിച്ചൽ സൃഷ്ടിക്കുമെന്ന് സുബ്രമണി പറയുന്നു. എങ്കിലും സഫേദ് മുസ്ലി പോലെ കർഷകർക്ക് വലിയ വിപത്ത് ഫർക്കോളി ഉണ്ടാക്കില്ല. സഫേദ് മുസ്ലിയുടെ സംസ്കരണം പോലെ സങ്കീർണത നിറഞ്ഞതോ മനുഷ്യാധ്വാനം ആവശ്യമുള്ളതോ അല്ല ഫർക്കോളിയുടെ സംസ്കരണം. സൂക്ഷിച്ചു വയ്ക്കാനും എളുപ്പമാണ് താനും. തമിഴ്നാട്ടിൽ ദേശസാൽകൃത ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഫർക്കോളി കൃഷിക്ക് വായ്പ നൽകുന്നുണ്ട്. 10,000 രൂപ വരെ കൃഷിക്കാരന് കൃഷി ചെയ്യാൻ വ്യക്തിഗത വായ്പ ലഭിക്കും. 7% പലിശയാണ് ഈടാക്കുന്നത്. വിളവെടുപ്പിനും വിൽപ്പനയ്ക്കും ശേഷം വായ്പ തിരിച്ചടച്ചാൽ മതിയാകും. ഫർക്കോളിയുടെ വർദ്ധിച്ചു വരുന്ന വാണിജ്യ താൽപ്പര്യങ്ങളെക്കുറിച്ച് തങ്കവേൽ ഗൗണ്ടരെ പോലെയുള്ള തമിഴ്നാട്ടിലെ കർഷകർ ബോധവാന്മാരാണ്. മധ്യാഹ്ന ജീവിതം പിന്നിട്ടിട്ടും പുതിയ വിളകളെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും അവർ പഠിക്കുന്നു. അതോടൊപ്പം ഉൽപ്പന്നത്തിൻ്റെ സാധ്യതകളും വിപണിയും കൂടി മനസ്സിലാക്കുകയാണ്. രണ്ടാമതൊരു ഘട്ടത്തിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൃഷിയിറക്കാൻ അവർക്ക് മറ്റൊരാലോചന വേണ്ടി വരുന്നില്ല. തങ്കവേൽ ഗൗണ്ടർ പറയുന്നത് കേൾക്കണോ? அடுத்த வருஷம் இந்த கோழியஸை நான் ஒரு 5 ஏக்கர் பண்ணலாம்னு யோசனை பண்ணிட்டு இருக்கேன். അടുത്തയാണ്ടിൽ അദ്ദേഹം 5 ഏക്കറിലാണ് ഫർക്കോളി കൃഷി ചെയ്യുന്നത്. கம்பெனிக்கெல்லாம் கான்டாக்ட் பண்ண കാഴ്ചയിലും പ്രകൃതത്തിലും കുലീനനും വിനീതനുമായ ഈ കർഷകൻ മനസ്സിൽ ഒരു സ്വകാര്യ അഹങ്കാരം സൂക്ഷിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നീലാകാശത്തിന് കീഴിൽ 100 സൂര്യന്മാരുടെ വെളിച്ചവുമായി പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്ന 3 ഏക്കർ സൂര്യകാന്തി തോട്ടമാണ്. സൂര്യകാന്തി തങ്കവേൽ ഗൗഡറുടെ കുടുംബം തലമുറകളായി കൃഷി ചെയ്തു വരുന്നതാണ്. ഈ സൂര്യകാന്തി തോപ്പ് കാണൂ. സൂര്യകാന്തിയെ പ്രണയിക്കാത്തവരായി ലോകത്തിൽ ആരു കാണും? സൂര്യനാണ് ഇവളുടെ കാമുകൻ. കിഴക്കുണരുമ്പോഴേക്കും ആദിത്യനെ തേടി അവളുടെ കണ്ണുകൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. പിന്നെ കാമുകനൊപ്പമായി സഞ്ചാരം. നട്ടുച്ചയിൽ നേരെ സൂര്യന് അഭിമുഖമായും മൂവന്തിയിൽ യാത്ര ചൊല്ലി വെയിൽ ചായും നേരം പടിഞ്ഞാറോട്ട് തളർന്നുമായിരിക്കും സൂര്യകാന്തിയുടെ നിൽപ്പ്. തലമുറകളായി
ഗൗഡറുടെ കുടുംബത്തിൻ്റെ മനവും മിഴികളും നിറച്ചതാണ് ഈ സൂര്യകാന്തി പാടം. മണ്ണിൽ അവർ സൃഷ്ടിച്ച ലോകമാണിത്. സൂര്യകാന്തി ഏതെങ്കിലും ഒരു വർഷം നഷ്ടമാണെങ്കിൽ കൂടി കൃഷി ഉപേക്ഷിക്കില്ലെന്ന് ഗൗഡർ പറയുന്നു. കണ്ണിന് ഇമ്പമേകുന്ന ഈ അത്ഭുത പുഷ്പങ്ങളുമായി അടുത്ത ആത്മബന്ധമാണ് ഈ കർഷകനുള്ളത്. சூரியகாந்தி ஒரு ஏக்கருக்கு 1.5 கிலோ விதை வாங்கணும். அது கிலோ 60 ரூபா ரேட்டு வரும். அது வாங்கி ஒரு ஏக்கர் நட்டோம்னா നിലം നന്നായി ഉഴുതിട്ട ശേഷം സൂര്യകാന്തി വിതയ്ക്കാം. ஒரு களை ഒരേക്കറിന് 1 കിലോ വിത്താണ് വേണ്ടത്. 60 രൂപയാണ് വിത്തിന് വേണ്ടി വരുന്ന ചിലവ്. സൂര്യകാന്തി കൃഷി വളരെ ആയാസരഹിതമാണെന്ന് പറയാം. പരിചരണ മുറകളും പണച്ചിലവുമൊക്കെ നാമമാത്രമാണ്. കളയെടുപ്പ് 1-2 തവണ മാത്രം മതിയാകും. DAPയും പൊട്ടാഷ്യം ചേർത്താണ് വളപ്രയോഗം. നന ഒഴിവാക്കാനാവില്ല. 50-55 ദിവസമെങ്കിലും നനയ്ക്കണം. 55-ാം ദിവസം നന നിർത്തിയാൽ സൂര്യകാന്തി പെട്ടെന്ന് വിളവെടുപ്പിന് പാകമാകുമെന്ന് അനുഭവമുള്ള കർഷകർക്കറിയാം. 90-ാം നാളിൽ പൂവിൻ്റെ ഇതളുകൾ മണ്ണിലേക്ക് അടർന്നു വീഴുന്നതോടെ പൂക്കൾ മുറിച്ചെടുക്കാൻ പ്രാപ്തമാകും. ஒரு ஏக்கருக்கு 15 மூட்டை வரும். 15 மூட்டைன்னா 50 கிலோ மூட்டை. 50 கிலோ மூட்டை ഏക്കർ ഒന്നിന് 15 ചാക്ക് പൂവ് വിളവ് கிலோ കിട്ടും. அது 15 ഒരു ரூபாய்க்கு ചാക്ക് விக்குது. மார்க்கெட்ல 50 10 കിലോഗ്രാമോളം ரூபாய்க்கு വരും. விக்குது. ഏറ്റവും அதனால താഴ്ന്നത് விலை கூடிக்கிட்டே 20 രൂപ அந்த മാർക്കറ്റ് വിലയായി இல்லைன்னா കണക്കാക്കിയാൽ உள்ள 750 കിലോയ്ക്ക് 15,000 രൂപ വില കിട്ടും. ഉയർന്ന ചെലവായി 5,000 രൂപ കണക്കാക്കിയാലും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും ലാഭമായി കിട്ടും. ഈ കണക്കുകൾ സത്യമല്ലാതാകുമ്പോൾ സൂര്യകാന്തി കൃഷി ലാഭകരം അല്ലാതാകുന്നതെങ്ങനെ? സൂര്യകാന്തി പൂക്കൾ കർഷകർക്ക് മാത്രമല്ല ചിരി സമ്മാനിക്കുന്നത്. തേനീച്ചകൾക്കും പറവകൾക്കുമൊക്കെ ഈ സുന്ദരപുഷ്പം അഭയമാണ്. സൂര്യകാന്തി പൂവിൻ്റെ മകുടത്തിൽ കറുത്തു കാണുന്ന അരികളാണ് വിത്തായി ഉപയോഗിക്കുന്നത്. കൃഷി ചെയ്യാനായി മകുടം നിറച്ച് അരികിലുള്ള ചെടിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നാടൻ ഇനത്തിന് നടുവിൽ പൂമ്പൊടി മാത്രമേ കാണുകയുള്ളൂ. സൂര്യകാന്തി കൃഷിക്കായി ഇപ്പോൾ ഉന്നത ഗുണമേന്മയുള്ള വിത്തുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിത്തരികൾ പക്ഷികളുടെ ഇഷ്ടഭോജ്യമാണ്. അവ കൂടെ കൂടെ വന്ന് കൊത്തി തിന്നാതിരിക്കാനായി കർഷകന്റെ കണ്ണെപ്പോഴും പാടത്തു തന്നെ വേണം. ഫർക്കോളിക്കും സൂര്യകാന്തിക്കും പുറമെ മക്കച്ചോളവും നിലക്കടലയുമൊക്കെ തങ്കവേൽ ഗൗഡർ വിജയകരമായി കൃഷി ചെയ്യുന്നു. ഇത് കൂടാതെ പശുക്കളെയും എരുമകളെയും ഗൗഡർ വളർത്തുന്നുണ്ട്. കടന്നുവന്ന വഴികളൊന്നും ഈ മനുഷ്യൻ മറക്കുന്നില്ല. കന്നുകാലികളുടെ ചാണകവും മൂത്രവുമൊക്കെ സൂര്യകാന്തിക്കും നിലക്കടലയ്ക്കുമൊക്കെ നല്ല വളം കൂടിയാണ്. ഒരേക്കറിലാണ് ഇവിടെ ചോളകൃഷി. 3/4 അടി ദൂരത്തിൽ നടുന്ന ചെടി 3 മാസം കൊണ്ട് വിളവെടുക്കാൻ പ്രായമെത്തും. മൂപ്പത്തി എന്ന് കണ്ടാൽ അടുത്ത 15 ദിവസത്തേക്ക് നന ഒഴിവാക്കും. അതോടെ ചോളം പൂർണ്ണ വളർച്ചയെത്തുകയായി. സ്വർണ്ണവർണ്ണത്തിൽ വിളഞ്ഞു നിൽക്കുന്ന ഈ കുലകൾ തങ്കവേൽ ഗൗഡർക്ക് ഹരമാണ്. ഓരോ അല്ലയും അടർത്തിയെടുത്ത് അദ്ദേഹം അതിൻ്റെ സുഗന്ധവും മറ്റും ആസ്വദിക്കുന്നു. ഓരോ ആണ്ടിൻ്റെയും ആവർത്തനമാണ് ഈ കാഴ്ചകൾ. തൻ്റെ പാടം ചോളത്താൽ പൂത്തു നിൽക്കുന്ന കാഴ്ച ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കണേ എന്നാണ് ഈ കൃഷിവലൻ്റെ പ്രാർത്ഥന. ഗൗഡറുടെ നിലക്കടല കൃഷി 2 ഏക്കറിലാണ്. നടാൻ ഏക്കർ ഒന്നിന് 30 കിലോ വിത്ത് വേണം. 40 രൂപയാണ് വിത്തിൻ്റെ നടപ്പുവില. கிலோ 40 ரூபா, 35 ரூபா, 30 ரூபாய்க்கு வரும். நிலவு மார்க்கெட்டை பொறுத்து 40 கிலோ பருப்பு போட்டோம்னா ஒரு மாத்தையில் கடலைக்கு நாம் களை எடுக்கணும். തമിഴിലെ ഐപ്പശി മാസമാണ് കൃഷി ഇറക്കുന്നത്. ഭൂമി ചതുരത്തിൽ ചെറിയ കല്ലുകളായി തിരിച്ച് അതിൽ വിത്ത് പാകുന്നു. அப்புறம் அது வாரம் 5 അടി വീതമുള്ള ചതുരങ്ങളാണ് ഒരുക്കിയെടുക്കുക. 10 ദിവസത്തിലൊരിക്കൽ 1 എന്ന രീതിയിൽ നനച്ചു കൊടുക്കണം. കടലയ്ക്ക് നന കുറവ് മതി. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിലക്കടല കൃഷിയില്ലാത്ത കർഷകനില്ല. മാസത്തിൽ 1 തവണ കളയെടുക്കണം. 4 മാസം പൂർത്തിയാകുമ്പോൾ വിളവെടുപ്പിന് തയ്യാറാകും. ഒരേക്കറിന് 2000 കിലോ വരെ വിളവുണ്ടാകും. നിലക്കടലയ്ക്ക് 13 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില. ഒരേക്കറിൽ നിന്ന് കർഷകന് 26,000 രൂപ പ്രതിഫലമായി ലഭിക്കും. പണിക്കൂലിയും മറ്റ് ചെലവുകളുമൊക്കെയായി 10,000 നീക്കിവയ്ക്കാം. 16,000 അവശേഷിക്കുന്നത്.
ഒരേക്കറിൽ നിന്ന് കർഷകന് ലഭിക്കുന്ന ലാഭവും ഇതുതന്നെ. അധ്വാനിക്കുന്ന കർഷകൻ ഒരു നാടിൻ്റെ സമ്പത്താണ്. അവൻ്റെ ദേഹത്ത് പൊടിയുന്ന വിയർപ്പ് തുള്ളികൾ നമ്മുടെ നാടിൻ്റെ ഹരിത സമൃദ്ധിയെയാണ് കുളിരണിയിച്ചു നിർത്തുന്നത്. പരമ്പരാഗത വേഷത്തോടെ ഒരു കർഷക ശ്രേഷ്ഠൻ അവൻ്റെ മണ്ണ് ഉഴുതുമറിക്കുന്ന കാഴ്ച ഹരിതഭാരതം കണ്ടു. മണ്ണിനോട് കിന്നാരം പറഞ്ഞ് അതിനെ പരിലാളിച്ചൊരുക്കി പ്രാർത്ഥനയോടെ വീണ്ടും വിത്ത് പാകുന്നതോടെ അവിടെ പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുകയായി. മണ്ണിൻ്റെ മണമുള്ള പ്രാർത്ഥനകൾക്ക് പ്രകൃതി കൂട്ടായി എത്തുന്നതോടെ ഭാരതത്തിൻ്റെ കാർഷിക കലവറകൾ നിറയുകയായി. കൈകളിൽ ദൈവത്തെ കാത്തുസൂക്ഷിക്കുന്ന കർഷകരെ തേടിയുള്ള ഹരിതഭാരതത്തിൻ്റെ പ്രയാണം തുടരുകയാണ്.